ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് കുറച്ച് അവക്കാഡോസ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ അടുത്തുള്ളൊരു വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ വാങ്ങിച്ചാണ്. ഈ 4 എണ്ണത്തിന് 200 രൂപയാണ്. അപ്പം ഇത് അത്ര മൂത്തിട്ടൊന്നുമില്ല കൊണ്ടുവന്നപ്പോഴേ. പക്ഷെ അതിന് വീണിട്ട് ഇച്ചിരി കേട് പറ്റിയിട്ടുണ്ട്. ആ ഒരു പാട് കണ്ടായിരുന്നോ? അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ നാച്ചുറലായിട്ട് ഇത് പഴുക്കാനിരിക്കുമ്പോഴത്തേക്ക് ആ വീണതിൻ്റെ ചതവ് കാരണം ആ ഭാഗം കേടാവും. അപ്പോൾ അത് കാരണം നമുക്ക് വേഗം ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പഴുപ്പിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യാമെന്ന് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ അവക്കാഡോസിനെ കുറിച്ച് കൂടുതൽ ഒന്നും പറയണ്ടല്ലോ, എല്ലാവരും അവക്കാഡോസൊക്കെ പറ്റുവാണെങ്കിൽ വാങ്ങിച്ച് കഴിക്കണം. നമ്മുടെ വീട്ടിലൊക്കെ കിളുക്കും ഇത്. നമ്മുടെ കാലാവസ്ഥയിലൊക്കെ ഒത്തിരി വൈറ്റമിൻസും ന്യൂട്രിയൻസും വൈറ്റമിൻ ഇയും സിങ്ക്, വൈറ്റമിൻ കെ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത്. ഇത് നമ്മുടെ ഹാർട്ടിന് നല്ലതാണ്, ഐസിന് നല്ലതാണ്, അതുപോലെ ക്യാൻസറിന് വരെ തടയാം. അതുപോരാതെ ഹെൽത്തി പ്രഗ്നൻസിക്ക് വരെയും ഈ അവക്കാഡോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഞാനത് പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പം അത് പഴുക്കുമെന്നാണ്. അപ്പോൾ ഞാൻ തലേ ദിവസം, അതായത് ഇന്നലെ രാവിലെ ആണിത് ആ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചത്. എന്നിട്ട് ഞാനൊരു പാത്രത്തിൽ അടച്ചു വെച്ചു. മറ്റേത് ഞാൻ വെച്ചില്ല, കാരണം അതും കൂടി പെട്ടെന്ന് പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഒരുമിച്ച് എടുത്ത് കഴിക്കേണ്ട ആവശ്യമില്ല, അത്ര ആളുമില്ല ഇവിടെ. അതാണ് അത് രണ്ടും ഞാൻ പൊതിയുന്നില്ല, ബാക്കി 2 ഞാൻ പൊതിഞ്ഞ്. എന്നിട്ട് ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണിത്, അതായത് ഇന്ന് രാവിലെ ഇതാ എടുത്തപ്പോൾ 2 പൊതിഞ്ഞതിൽ 1 ഇന്നലെ തന്നെ ഞങ്ങൾ എടുത്തായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി തന്നെ. അതിന് അത്ര കളറൊന്നും വെച്ചിട്ടില്ലായിരുന്നു, എന്നാലും അത് എടുത്തു. അതിനായിരുന്നു കൂടുതലും വീണപ്പോൾ ചതവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം അതിന് ചീത്തയാകാൻ വയ്ക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അത് ഞങ്ങൾ ഇന്നലെ തന്നെ എടുത്തു. ഇത് അതിൽ വേറെ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് പാകമാണ്. നമ്മൾ കിളുന്നതായിട്ടൊക്കെ എടുത്ത അവക്കാഡോ ചിലപ്പോൾ കഴിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല. കണ്ടോ, നല്ലോണം